ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈസ് ടോപ്പ് നോച്ച്. നമ്മളൊരു ടാർഗറ്റ് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത്. അതല്ല, അതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിൽ എക്സ്ട്രീംലി വലിയ ഡിമാൻഡാണ്. പ്ലസ് അത് മാത്രമല്ല, നമ്മളെ ഒരു പാസ്റ്റ് 6 months നമ്മൾ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് 40% റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ്. പ്ലസ് അതിലുപരി പുതിയ പുതിയ വാക്കിങ്സും ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഒരു സ്കെയിലബിൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്ത് ഈ എക്സ്പാൻഷൻ പോയിട്ടുള്ളത്. സോ ഇപ്പോൾ പറയണ്ടായി പിന്നെ അതായത് 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമ്മൾ 5000 എത്തി. അതായത് ആ ഒരു ബ്രാൻഡിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് അത്രയും വാക്കൻസി വന്നുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇത്രയും വലിയ രീതിയിൽ എലാബറേറ്റ് ചെയ്ത് പുതിയ സ്കെയിൽ ചെയ്ത് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ശരിക്കും ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിലും മെൻസ് ഗ്രൂമിങ്ങിനും മെൻസ് ക്ലോത്തിങ് ബ്രാൻഡിനൊക്കെ വലിയ രീതിയിലൊരു ബൂമിങ് ലാസ്റ്റ് 10 to 15 years വന്നിട്ടില്ലേ? അതിൻ്റെ പൊട്ടൻഷ്യലും കൂടി കണക്കിലെടുത്തിട്ടാണ് ശരിക്കും ഈ ബ്രോ ഒരു മെൻ ക്ലോത്തിങ് ബ്രാൻഡ് ചൂസ് ചെയ്തത്. 100%. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് ഇനീഷ്യലി ഇപ്പം നമ്മൾ ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റൻ അതായിരുന്നു, ഇതിലേക്ക് എന്തുകൊണ്ട് ഇതിലേക്ക് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സെഗ്മെന്റിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യേണ്ട മേജർ റീസൺ അത് തന്നെയായിരുന്നു.